ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി അറബിക് ഡിഷായ കിബ്ബയാണ്. വളരെ ഫേമസ് ആയ അറബിക് ഡിഷിലൊന്നാണ് കിബ്ബ. ഇത് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റിലൊന്ന് കൊണ്ടുവന്നാലോ? നാടൻ ടേസ്റ്റ് കിബ്ബ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ എടുത്തത് 1 കപ്പ് ബുൾഗറാണ്. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിരിക്കും. ഗവൺമെൻറ് കിറ്റിൽ ഉണ്ടാകുന്ന ഒന്നാണിത്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകിയതിന് ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ 1 മണിക്കൂർ ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സവാള വഴന്ന് വെയിറ്റ് ചെയ്യാം. സവാള ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ, ഗാർലിക്, ചില്ലി ഇത് 3 കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് പെപ്പറാണ്. 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട വേവിച്ചത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യാം. സോക്ക് ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബുൾഗർ ഇട്ട് കൊടുക്കാം. അടുത്തത് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചിക്കന് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ, 1/4 കപ്പ് മൈദയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഡയറക്റ്റ് ആക്കിയതുകൊണ്ടാണ് കുറച്ച് ലൂസ് പോലെ തോന്നുന്നത്. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ആക്കുന്നതെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് നടുക്കായിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ബാക്കി സൈഡ് സീൽ ചെയ്ത് കൊടുക്കാം. സീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയെടുക്കാം. നമ്മുടെ ഒരു ഉന്നക്കായുടെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. എല്ലാ മാവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ബോളാക്കിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഹോളാക്കി കൊടുക്കാം. ഹോളാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് ബാക്കി സൈഡ് സീൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ ബുൾഗറിൻ്റെയും മാവും റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനാവശ്യമായ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇട്ടതിന് ശേഷം ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും നല്ല ബ്രൗൺ കളറാകുന്നേരം വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഓയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലായിടത്തും ഇപ്പോൾ ബുൾഗർ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനമായിരിക്കും. 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയറും ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം.
ഇൻഷാ അല്ലാ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.